ഹായ് ഫ്രണ്ട്സ്, വിവോ V11 Pro എന്നൊരു ഫോണിനെ നമുക്കറിയാം. മികച്ച ഒരു ഫോണായിരുന്നു. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, നല്ല ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല പെർഫോമൻസ് ഉള്ള നല്ലൊരു ഫോണായിരുന്നു വിവോ V11 Pro. ആ ഫോണിന്റെ അപ്ഡേഷൻ എന്ന് കരുതപ്പെടുന്ന ഫോണാണ് വിവോ V15 Pro. ആ ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അതിനുമുമ്പ് നമ്മുടെ ഇന്ന് വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെലീഷിയോ ഫുഡി ആപ്പ് എന്ന് പറയുന്ന മൾട്ടി റെസ്റ്റോറൻറ്റ് ആപ്ലിക്കേഷനാണ്. ഒന്നിലധികം ഹോട്ടലുകളിൽ നിന്നുള്ള ഫുഡുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമുക്ക് വിവോ V15 Pro കാര്യത്തിലേക്ക് വരാം. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കിട്ടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് വിവോ V11 Pro കിട്ടിയിരുന്ന ആ സംഭവത്തിനകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം OLED ഡിസ്പ്ലേ ആയിരിക്കും, നല്ല ഡിസ്പ്ലേ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്. ഒപ്പം തന്നെ ഇതിനെ അടുത്ത ലെവലിലേക്ക്, അതായത് ടെക്നോളജി അടുത്ത ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വിവോ നെക്സിലൊക്കെ കണ്ടിട്ടുള്ള ആ പോപ്പപ്പ് ക്യാമറ സംവിധാനം ഈ ഫോണിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പോപ്പപ്പ് ക്യാമറ അങ്ങനെ പറയുമ്പോൾ സെൽഫി ക്യാമറ, പോപ്പപ്പ് ക്യാമറ നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെറിയ മെഗാ പിക്സൽ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. 8 10 ഒന്നുമല്ല, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. അപ്പോൾ വലിയൊരു റെസൊല്യൂഷനിലുള്ള വലിയൊരു മെഗാ പിക്സലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് നമുക്ക് വിവോ V15 Proയിൽ കിട്ടുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു അഡ്വാൻസ്ഡ് ആയ ഫോൺ കയ്യിലിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. നല്ല ഡിസ്പ്ലേയും നല്ല ക്യാമറയൊക്കെ ആയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 675 ആണ്. ഇത് സ്നാപ്ഡ്രാഗൺ 660 കഴിഞ്ഞാൽ അടുത്ത ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. 11nm പ്രോസസ് ടെക്നോളജിയാണ് ഇതിലുള്ളത്. അഡ്രീനോ 612 GPU. അപ്പം നല്ലൊരു പെർഫോമൻസ് നമുക്കിവിടെ കിട്ടും. സ്നാപ്ഡ്രാഗൺ 660 വെച്ചുള്ള ധാരാളം ഫോണുകൾ 20,000 താഴെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് അതിൻ്റെയാണ്. അപ്പോൾ ആ ഒരു 20,000 രൂപയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഫോൺ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സർ പറ്റില്ല, അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെവലായിരിക്കണം. അടുത്ത ലെവലാണ് സ്നാപ്ഡ്രാഗൺ 675. അത് വെച്ചുകൊണ്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫോണിനുണ്ട്. ബാക്കി റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 6 GB റാം, 128 GB സ്റ്റോറേജ് ആയിരിക്കും. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും 675 സ്നാപ്ഡ്രാഗൺ ആണ് വെക്കുന്നത്. അതുകൊണ്ട് ബെറ്ററായ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഫോണിനുണ്ടായിരിക്കും. ക്യാമറയുടെ കാര്യത്തേക്ക് വരുമ്പോൾ ഓൾറെഡി സെൽഫി ക്യാമറയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അത് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. റിയർ സൈഡിൽ ഇതിനകത്ത് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തുള്ളത് 12 മെഗാ പിക്സൽ മെയിൻ ക്യാമറയാണ്. എന്ന് വെച്ചാൽ അത് ശരിക്കും 48 മെഗാ പിക്സൽ ക്യാമറയാണ്. മറ്റേ പിക്സൽ ബിന്നിങ് ടെക്നോളജി, ആ ഒരു ടെക്നോളജി നമ്മൾ റെഡ്മി നോട്ട് 7 കണ്ട ആ ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് 12 മെഗാ പിക്സൽ ക്യാമറയാണിത് ആക്ച്വലി. പക്ഷേ നമ്മൾ ആ പിക്സൽ ബിന്നിങ് ഒഴിവാക്കി നോക്കിയാൽ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, അതിൻ്റെ ഒപ്പം തന്നെ 8 മെഗാ പിക്സലിൻ്റെയും പിന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ ക്യാമറകളും വരുന്നു. അങ്ങനെ മൊത്തം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ മികച്ച ഒരു ഫോൺ, നല്ല ഡിസൈനിലും ടെക്നോളജിയിലും ഒപ്പം തന്നെ നല്ല പെർഫോമൻസും നല്ല ക്യാമറ സെറ്റപ്പൊക്കെ ആയിട്ട് നല്ലൊരു മികച്ച ഫോണായിട്ട് തന്നെയാണ് ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം വിവോ V11 Proയുടെ പ്രൈസ് 25,000 രൂപ റേഞ്ചിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് കുറയാൻ ഒരു വഴിയില്ല, കൂടുകയുള്ളൂ. പക്ഷേ 30,000 രൂപ താഴെ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നാണ് ഏറെക്കുറെ അനുമാനിക്കുന്നത്. അപ്പം നല്ലൊരു പ്രൈസിൽ നല്ല പുതിയ ടെക്നോളജികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബെറ്ററായ ഒരു ഫോണായിട്ട് വിവോ V11 Proയേക്കാൾ ഒന്നുകൂടി മികച്ച ബെറ്ററായ ഒരു ഫോണായിട്ട് തന്നെയാണ് വിവോ V15 Pro നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് ഇതുവരെയുള്ള ലീക്ക് ആൻഡ് റൂമേഴ്സിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വിവോ V15 Pro എന്ന ഫോണിനെ കുറിച്ച്, അതായത് നല്ല അതിൻ്റെ പെർഫോമൻസും ടെക്നോളജികളെയും ക്യാമറയെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ചെറിയ രൂപരേഖ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 20-ാം തീയതിയാണ്. ഫെബ്രുവരി 15-ാം തീയതി തൊട്ട് അതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഡെലീഷിയോ ഫുഡി ആപ്പ് എന്ന് പറയുന്ന മൾട്ടി റെസ്റ്റോറൻറ്റ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. ഒന്നിലധികം റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഫുഡുകൾ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഈ ആപ്ലിക്കേഷനിൽ തൃശ്ശൂരിൽ നിന്നും 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവരുടെ പ്രവർത്തന പരിധി. ഈ റെസ്റ്റോറൻറ്റുകൾ തൃശ്ശൂരുള്ള പ്രധാനപ്പെട്ട, അതിപ്പോൾ ഭാരത് ആയാലും രാധാകൃഷ്ണ ആയാലും അതുപോലെ പത്തൻസ് ആയാലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഹോട്ടലുകളും ഇവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹോട്ടലുകളിൽ നിന്നൊക്കെയുള്ള ഫുഡുകൾ പലതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാമെന്നുള്ളൊരു ബെനിഫിറ്റ് ഇവർക്കുണ്ട്. അപ്പോൾ അതൊരു മൾട്ടി റെസ്റ്റോറൻറ്റ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം, ഉപയോഗിക്കാം, എൻജോയ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.